ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻ പിള്ള സാർ ഉൾപ്പെടെ ഒരുപാട് അന്തർധാരകളുടെ ആളുകൂടിയാണ്. സ്വീകാര്യനാണ്, എല്ലാവർക്കും നസ്രാണികൾക്ക് സ്വീകാര്യനാണ്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ കണക്കുകൾ നോക്കുകയും, കണക്കുകളല്ല, ലീഗൽ കണക്കുകൾ പലതും സെറ്റിൽ ചെയ്യുന്നതും വ്യവഹാരങ്ങൾക്ക് വേണ്ട ലീഗൽ അഡ്വൈസ് നൽകുന്നതും നല്ല പ്രഗത്ഭനായ വക്കീൽ കൂടിയായ ശ്രീധരൻ പിള്ളയാണ്. NSSും SNDPയും ചേർന്ന് നിന്നാൽ അതിനുള്ളിലൊരു അപകടം കോൺഗ്രസ്സിന് മാത്രമല്ല, നായർ സമുദായത്തിന് ഒരു അപകടമുണ്ട്. NSSന് ഒരു ജൂനിയർ പാർട്ട്ണറായി മാറേണ്ടി വരും എന്ന വ്യാപകമായ ചിന്ത NSSനുള്ളിലുണ്ട്. NSSലേക്ക് ഇതുവരെ BJPക്ക് പൂർണ്ണമായ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ചക്ക വീണ മുയൽ ചത്തു എന്നേ ഉള്ളൂ. അവർ കിട്ടിയ ഒരു ലോട്ടറിയാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. NSS SNDP ഐക്യം ഉടൻ നടക്കും എന്ന പ്രതീതി കേരളത്തിലെമ്പാടും നിലനിന്നു. എല്ലാ ചാനലുകളും ചർച്ചകൾ സംഘടിപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ പോലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. എന്നാൽ ആൻറ്റി ക്ലൈമാക്സ് പോലെ SNDP NSS ഐക്യത്തിൽ നിന്നും സുകുമാരൻ നായർ അവസാന നിമിഷം പിന്മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒരു വിജയമായി അത് നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആരാണ് ചരട് വലിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ വിഷയം ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നതല്ല. വർഷങ്ങൾക്ക് മുൻപും ചർച്ചയായി. അന്നും അവസാന നിമിഷം പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇടഞ്ഞു മാറുന്ന കാഴ്ചകൾ പലരും കണ്ടു. ഇവിടെയും അതുതന്നെ ആവർത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ അങ്ങ് കാണുന്നത്? ഏത് ഭൂകമ്പത്തിനും ഒരു പ്രഭവ കേന്ദ്രമുണ്ടാകും. അത് പലപ്പോഴും ഉപരിതലത്തിന് വളരെ താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ ഭൂമിക്കടിയിൽ ഭ്രംശ മേഖലകളുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നടക്കും. NSS SNDP ഐക്യം ഉപരിതലത്തിൽ ഒരു അക്കാദമിക്കിന് ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ 26% വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയുടെ സ്വരമായ SNDP, 13-14% വരെ നായർ കമ്മ്യൂണിറ്റിയുടെ ശബ്ദമായ NSS. ഇതൊരു ഒരു സാധ്യതയാണ്. അപ്പം 10-40% ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കടുത്ത വിലപേശലിലൂടെ ഏത് ഭരണകൂടത്തെയും കൊണ്ട് തങ്ങൾക്ക് ആഗ്രഹമുള്ളത് സാധിക്കാം. ഇതൊരു ഉപരിപ്ലവമായ ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭ്രംശമേഖലകൾ അടിയിലുണ്ട്. അത് മൂടി വെച്ചിട്ട് കാലാകാലങ്ങളിൽ ഹാലീസ് കോമറ്റ് പോലെ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഐക്യകാഹളം അന്തരീക്ഷത്തിൽ മുഴങ്ങും. അങ്ങനെ ഉയർന്ന മൂന്നാം കാഹളമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ഏതാനും ദിവസം, 8-10 ദിവസം മുൻപ് ഉയർന്ന ഒരു കാഹളം. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നായർ ഈഴവ ഐക്യം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്ന ഈ ചിന്ത G. സുകുമാരൻ നായർ എന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി ഏറ്റെടുക്കുന്നു. അപ്പോൾ പലരും ചിന്തിച്ചു ഇതൊരു ഇൻ ടാൻഡം മൂവാണ്. ചിന്തിച്ചുറപ്പിച്ച അനൗപചാരികമായ ചർച്ചകൾ ഇതിനു മുൻപ് നടക്കും. എന്ത് ബുദ്ധിയുള്ള ആളുകൾ എന്തെങ്കിലും പുറമേ പറയുന്നതിന് മുൻപ് ചില ധാരണകൾ പിന്നണിയിൽ എത്തിയതിന് ശേഷമാണ് പൊതുവേ കാര്യങ്ങൾ പറയുന്നത്. ഒരു നിമിഷം പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായി പത്രസമ്മേളനം വിളിച്ചൊരു കാര്യം അങ്ങ് പറയുകയൊന്നുമല്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം നടത്തുന്നു, സുകുമാരൻ നായർ തൊട്ട് പിന്നാലെ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിലാര്? അത്തക്കും പിന്നിലാര്? അപ്പോൾ പ്രകടമായി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശക്തമായി ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ കുറവാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമുള്ള ഇടങ്ങളിൽ ഏത് ഭരണകൂടം വന്നാലും, LDF വന്നാലും UDF വന്നാൽ പോലും അവർ പിടിച്ചു വാങ്ങുന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിന് കോളേജുകൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ ലഭിക്കുന്നില്ല. സർക്കാരിൻ്റെ സേവനം ഞങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നു മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും. അതിൽ കുറേയൊക്കെ ന്യായമുണ്ട് താനും. പക്ഷേ അതാണോ സത്യം? അതോ അടുത്ത ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ചാലകശക്തിയായി മാറാൻ നായർ ഈഴവ സഖ്യത്തിലൂടെ സാധിക്കുമെന്ന വിശാലമായ ചിന്തയാണോ? അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. സമ്മർദ്ദ ഗ്രൂപ്പാണ്. NSSനും SNDPക്കും അവകാശമില്ല അങ്ങനെ ചിന്തിക്കാൻ. തീർച്ചയായും അങ്ങനെയെങ്കിൽ പൂളിംഗ് അപ്പ് ദ റിസോഴ്സസ്, ദാറ്റ് ഈസ് ദി ഇലക്ട്രൽ റിസോഴ്സസ് ഇൻ ഫേവർ ഓഫ് LDF.
സാധ്യതയുള്ളത് LDF-നാണ് UDF-നുമാണല്ലോ. BJP-ക്ക് അങ്ങനെ സംസ്ഥാന ഭരണത്തിലെത്താൻ പെട്ടെന്ന് സാധ്യതയൊന്നുമില്ലല്ലോ. ആത്യന്തികമായി തീർച്ചയായും വളർന്നുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി, NDA. അത് ന്യായമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവാണ്, ആഖ്യാനമാണ് പൊതുവെ കൊടുത്തത്. പക്ഷേ ഇത് ദി ജഗർനോട്ട് വാസ് സെറ്റ് ഇൻ മോഷൻ ബൈ സർട്ടൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നാണ് വളരെ വൈകി G. സുകുമാരൻ നായർ കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു സെറ്റ് ദ ബോൾ മൂവിങ് എന്ന് പറയും. ആ ഒരു ക്രിസ്റ്റൽ ബോൾ ഗെയ്സിങ്ങിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ദർശനം, ആ ദർശനം ലഭിക്കാൻ കാരണമായത് ഒരു പക്ഷേ BJP-യുടെ ചില സമുന്നതരായ നേതാക്കളാണ്. NSS നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള സാധാരണ BJP നേതാക്കൾക്ക് അവിടെ പ്രവേശനം ക്ഷിപ്രസാധ്യമല്ല, സുരേഷ് ഗോപിക്ക് പോലും. അതുകൊണ്ടാണ് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ തൃശ്ശൂർ എടുക്കാം, NSS-നെ എടുക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് കൃത്യമായ മറുപടി. അതുകൊണ്ട് BJP നേതാക്കൾ NSS-ന്റെ വോട്ട് കണ്ട് പനിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നായർ സമുദായത്തിൻ്റെ പ്രമാണി അന്ന് പറഞ്ഞത്. അത് ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും there are rules and there are exceptions. There are exceptions like, for example, former governors. ഇപ്പോൾ ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻ പിള്ള സാർ ഉൾപ്പെടെ ഒരുപാട് അന്തർധാരകളുടെ ആളുകൂടിയാണ്, സ്വീകാര്യനാണ് എല്ലാവർക്കും. നസ്രാണികൾക്ക് സ്വീകാര്യനാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ എത്ര ക്രിസ്ത്യൻ വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നല്ല ഉഗ്രൻ പോരാട്ടമാണ് നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. നായർ വോട്ട് സ്വാഭാവികമായി കിട്ടും. ഈഴവ വോട്ടുകൾ ഉൾപ്പെടെ സംശീകരിക്കാൻ കഴിയുന്ന ഒരാളാണ്, സ്വീകാര്യനാണ്, ആരെയും വെറുപ്പിക്കുന്ന ആളല്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ കണക്കുകൾ നോക്കുകയും, കണക്കുകളല്ല ലീഗൽ കണക്കുകൾ പലതും സെറ്റിൽ ചെയ്യുന്നതും വ്യവഹാരങ്ങൾക്ക് വേണ്ട ലീഗൽ അഡ്വൈസ് നൽകുന്നതും നല്ല പ്രഗത്ഭനായ വക്കീൽ കൂടിയായ ശ്രീധരൻ പിള്ളയാണ്. അപ്പം അന്തർധാര വ്യക്തമാണ്. നായർ സമുദായത്തിന് വ്യക്തമായി അറിയാം, നായർ സമുദായത്തിൻ്റെ സംഘടനയ്ക്ക് NSS-ന് ഒരു മതനിരപേക്ഷ പ്രതിച്ഛായയുണ്ട്. അത് പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ, പ്രത്യേക താൽക്കാലിക ലാഭത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. നമ്പർ 1. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ശ്രീധരൻ പിള്ളയോ മറ്റ് BJP നേതാക്കളോ ഓർമ്മിപ്പിച്ചിരിക്കാൻ കാര്യമുള്ളത്, ഇത് നേട്ടം ഞങ്ങൾക്കാണ്. തീർച്ചയായിട്ടും BJP-ക്കാണ് നേട്ടം. കാരണം വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നായർ സമുദായത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും വോട്ട് ഇടതുപക്ഷത്തേക്ക് സ്വാംശീകരിക്കുന്നു എന്ന് പൊതുവേ പറയുകയും ചിന്തിക്കുകയും അങ്ങനെ പ്രതീതി ജനിപ്പിക്കുകയും മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത LDF-ന്റെ തുടർഭരണം, മൂന്നാം ഭരണം, പിണറായി 3.0 എന്ന് പറയുകയും അതേസമയം തൻ്റെ ദൂതനായി പ്രിയപുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയെ പെരുന്നയിലേക്ക് അയക്കുന്നു. അതിൻ്റെ ഗുട്ടൻസ് എന്താണ്? പ്രഥമ ദൃഷ്ടിയാ തോക്കും വെള്ളാപ്പള്ളി നടേശന് അയക്കാവുന്ന ഏറ്റവും വിശ്വസ്തനായ ആൾ സ്വന്തം പുത്രനല്ലേ. പക്ഷേ സ്വന്തം പുത്രൻ കുറെ ഡിപ്ലോമാറ്റിക്കുമാണ്. അദ്ദേഹം SNDP യോഗത്തിൽ ഡിപ്ലോമാറ്റിക്കാണ്, പിതാവിനേക്കാൾ ഡിപ്ലോമാറ്റിക്കാണ്. പലപ്പോഴും മിതത്വമുള്ള വാക്കുകൾ, കുലീനമായ പെരുമാറ്റം എല്ലാം തന്നെ ഉണ്ട്. അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ, യോഗ്യത നമ്പർ 1. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, 2ാം യോഗ്യത. 3ാം യോഗ്യത BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റ്. 4ാം യോഗ്യത NDA-യുടെ കൺവീനർ. അപ്പോൾ ഈ 4 യോഗ്യത, 1, 2 യോഗ്യത ഓക്കെ, 3, 4 യോഗ്യതയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഉണ്ടല്ലോ. അത് നായർ സമുദായത്തിന് അറിയാത്തതാണോ? NSS-ന് അറിയാത്തതാണോ? G. സുകുമാരൻ നായർക്ക് അറിയാത്തതാണോ? അത് വൈകി വന്ന വിവേകം. പക്ഷേ എന്ന നിലയിൽ ആദ്യം തുഷാർ വെള്ളാപ്പള്ളിയെ അയക്കാം എന്ന് പറയുമ്പോഴും ശ്രീ സുകുമാരൻ നായർ പറയുന്നത് മകനെ പോലെ തുഷാറിനെ സ്വീകരിക്കും എന്നാണ്. അതുവരെയും എല്ലാം സ്മൂത്തായിട്ടാണ് പോകുന്നത് തുഷാറാണെന്ന് SNDP ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചതിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് അതാണ്, മകനെ പോലെ സ്വീകരിക്കും. ഒരു തിരുത്ത് വന്നിട്ടുണ്ട്. മകൻ എന്നത് വെള്ളാപ്പള്ളിയുടെ മകനായി സ്വീകരിക്കാം എന്നാണ്, അല്ലാതെ സ്വന്തം മകനെ പോലെ സ്വീകരിക്കാം എന്ന ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ ആ മകനെ പോലെ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതാവായിട്ടല്ല, BDJS നേതാവായിട്ടല്ല, NDA നേതാവായിട്ടല്ല, മറിച്ച് വെള്ളാപ്പള്ളിയുടെ മകനായി സ്വീകരിക്കാം. പക്ഷേ ആ സമയം പോലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ പോസിറ്റീവായിരുന്നു ഈ ഒരു ഐക്യം സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഈ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കൂ, ഹൂ വാണ്ട്സ് ടു ബി ദ ജൂനിയർ പാർട്ട്ണർ? Would NSS want to be a junior partner in the proposed alliance?
നമുക്ക് എപ്പോഴും ഈക്വൽ പാർട്ട്നേഴ്സാണ്, കോ വർക്കേഴ്സ് ആകണം. ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന, ഇൻ ടാൻഡം പ്രവർത്തിക്കുന്ന കോ വർക്കേഴ്സാണ്. ഇവിടെ കടിഞ്ഞാൺ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിൽക്കും. വെറും വെള്ളാപ്പള്ളി നടേശനല്ല, പത്മശ്രീ വെള്ളാപ്പള്ളി നടേശൻ, പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ എന്ന് തിരുത്തി വായിക്കേണ്ടി വരും. അപ്പോൾ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനും നായർ സമുദായ ആചാര്യനും ഒരു ത്രാസിൻ്റെ 2 ഭാഗത്ത് വെച്ച് തൂക്കിയാൽ എങ്ങനെയാണ് പൊതുവെ കാണപ്പെടുക? 26% വോട്ടിൻ്റെ അധിപനായി വെള്ളാപ്പള്ളി നടേശൻ കാണും. അത് അലങ്കരിക്കപ്പെട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ചാണോ ഈഴവ സമുദായം മുഴുവൻ വോട്ട് ചെയ്യുന്നത്? അല്ല എന്ന് നമുക്കറിയാം. നായർ പ്രമാണിമാർ പറയുന്നതനുസരിച്ചാണോ നായർ സമുദായം വോട്ട് ചെയ്യുന്നത്? എല്ലാ പാർട്ടികളിലും എല്ലാ സമുദായത്തിനും ആളുകളുണ്ട്, പിന്തുണക്കാരുണ്ട്. അതാണ് വാസ്തവം. കേരളം രാഷ്ട്രീയ പ്രബുദ്ധമായ സ്ഥലമാണ്. പക്ഷേ ചെറിയ ശതമാനം വോട്ടുകൾ സാമുദായികമായി പരിഗണനയിൽ തിരിയാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മതി, ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ അത് മതിയാകും. ഈ ചിന്തയാണ്. അങ്ങനെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കുശാഗ്ര ബുദ്ധിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സൈലൻറ്റ് ഗ്രൗണ്ട് വർക്കും എല്ലാം ചേരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ യൂസസ് ഹിസ് സൺ ആസ് എ ട്രോജൻ ഹോഴ്സ്. അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. അത് നമുക്കിപ്പോൾ ഒരു അവലോകനത്തെ തലനാരിഴകൾ പരിശോധിച്ച് കൃത്യമായി ഇതൊരു ട്രോജൻ ഹോഴ്സാണ് എന്ന് പറയാൻ തെളിവുകളില്ല. അതിനാണല്ലോ അവലോകനം എന്ന് പറയുന്നത്. സാധ്യതകളെയാണല്ലോ നമുക്ക് നടത്തിയ പ്രസ്താവനകൾ, നടത്തിയ നീക്കങ്ങൾ, എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ നിരാകരിക്കുന്നു. 8-ാം ദിവസം 8 നിലയിൽ പൊട്ടുന്ന അത്ഭുതമല്ലേ സംഭവിച്ചത്? 8 ദിവസം കൊണ്ട് ഇത് മുഴുവൻ തന്നെ ഈ ചിറ കെട്ടിവെച്ചതെല്ലാം തന്നെ ഒരു നിമിഷം പൊട്ടി ഒലിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രോസസ്സുണ്ട്. അതുകൊണ്ട് ആ പ്രോസസ്സാണ് അവലോകനം ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന സംഭവം ജീനിയോളജി ചാർട്ട് അനുസരിച്ച് ഇന്ന സമയത്ത് ഇന്ന പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഇതിന് ശേഷം, അതായത് മകനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞതിന് ശേഷവും ഇതിൽ നിന്ന് പിന്മാറുന്നു. ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. NSS എന്നും സമദൂരമാണ് പാലിച്ചിട്ടുള്ളത്, അത് ഇനിയും തുടരും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടും പറയുന്നതിന് ഇടയിൽ എന്താണ് സംഭവിച്ചത്? അതാണ് അതിന് പിന്നിൽ സംഭവിച്ചത്. ശ്രീ സാബു ജേക്കബിന് സംഭവിക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ വിശകലനമുണ്ട്. കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് CBI, കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇപ്പോൾ സമുദായത്തിൻ്റെ ഉന്നതമായ തലത്തിലിരിക്കുന്ന ആളുകളൊക്കെ, അത് SNDPയുടെ ആണെങ്കിലും NSSൻ്റെ ആണെങ്കിലും, പലപ്പോഴും കേന്ദ്രത്തിൽ ആരാണ് ഭരണം എന്നത് വലിയൊരു പരിഗണനാ വിഷയമാണ്. സംസ്ഥാനത്ത് ആരാണ് ഭരണം എന്നതും പരിഗണനാ വിഷയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ നേരിടേണ്ടി വരും. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ ഭയക്കേണ്ടതില്ല. ഭാവിയിൽ VD സതീശനെങ്ങാനും മുഖ്യമന്ത്രി ആയാൽ ഞാൻ പറയും ഒരു ചുക്കും കൂടുതലായി സംഭവിക്കാനില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെ തുടർന്ന് സംഭവിക്കും. കാരണം കോൺഗ്രസ് ആണ്. VD സതീശൻ എന്ന വ്യക്തിക്കോ രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്കോ KC വേണുഗോപാൽ എന്ന വ്യക്തിക്കോ ഏകപക്ഷീയമായി ഒരു ട്രെൻഡിനെ മാറ്റാനാവില്ല. ഒരു സമുദായ സംഘടനകളെയും തൊടില്ല. അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായി UDF നിൽക്കാനാവില്ല. നിന്നാൽ പിന്നെ UDF സംവിധാനമില്ല. അതാണ് UDFൻ്റെ ഒരു DNA എന്ന് പറയുന്നത്. LDFന് കുറച്ചൊക്കെ സാധിക്കും. 86-ൽ EMS നമ്പൂതിരിപ്പാട് ധീരമായൊരു തീരുമാനമെടുത്തു. വർഗീയ കക്ഷികളെ, ഇടത് വലത്, അതായത് ഈ ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയ പരിപ്രേക്ഷ്യമുള്ള കക്ഷികളെ എല്ലാം പടിക്ക് പുറത്ത് നിർത്തി പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മത്സരം. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ 87-ലെ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDFും ജയിച്ചു. അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അതെ. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ LDFന് അത് പറയാനാവില്ല. കാരണം INL കൂടെയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇണങ്ങിയും നിന്നു, PDPയെ കൂടെ കൂട്ടിയ ചരിത്രമുണ്ട്. ഇപ്പോഴെന്തു പറഞ്ഞാലും മുസ്ലിം വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എത്ര വാളോങ്ങിയാലും ഈ ചെയ്തികൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ പണ്ടങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായും NSSും SNDPയും ചേർന്ന് നിന്നാൽ അതിനുള്ളിലൊരു അപകടം കോൺഗ്രസ്സിന് മാത്രമല്ല, നായർ സമുദായത്തിന് ഒരു അപകടമുണ്ട്, വിശ്വാസ്യതയ്ക്ക് ഒരു ഭ്രംശമുണ്ട്, NSSന് ഒരു ജൂനിയർ പാർട്ട്ണറായി മാറേണ്ടി വരും എന്ന വ്യാപകമായ ചിന്ത NSSനുള്ളിലുണ്ട്. അത് ഈ സമുദായ അംഗങ്ങളുടെ കണക്ക് വെച്ച്, പോപ്പുലേഷൻ വെച്ച് മാത്രമല്ല. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്രത്തിന് പ്രിയപ്പെട്ടവനാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. പത്മശ്രീയിലൂടെ വെളിവാക്കപ്പെട്ട മഹാസത്യം. അപ്പോൾ അത് കൂടാതെ തന്നെ ഇതിന് മുൻകൈ എടുത്തതും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അദ്ദേഹത്തിന് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന ഒരു കാര്യം NSS പരിഗണിച്ചിട്ടുണ്ടാകണം, അത് ചർച്ച ചെയ്തിട്ടുണ്ടാകണം. അദ്ദേഹത്തിനെല്ലാം അറിയാമായിരുന്നു.
വെള്ളാപ്പള്ളി നടേശന് ലാർജർ സ്കീം ഓഫ് തിങ്സ് അറിയാം, മൈന്യൂട്ട് ഡീറ്റെയിൽസ് അറിയാം, ഈ പ്ലോട്ടിൻ്റെ ഭാഗമാണ്. പക്ഷേ ജി സുകുമാരൻ നായർ ആ പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നില്ല. ആ പ്ലോട്ടിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെട്ട് വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ തീയിലേക്ക് ഈയാമ്പാറ്റ വരുന്നത് പോലെ താൻ അബദ്ധത്തിൽ വന്നു പോയല്ലോ എന്ന ഉൾവിളി ഉണ്ടായി. സ്വയം തിരുത്തി. എന്നിട്ട് NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങളോട് പറഞ്ഞു. 28 പേരാണ് NSS ഡയറക്ടർ ബോർഡിൽ. ബോർഡ് ചേരുന്നതിന് മുൻപ് അദ്ദേഹം അത് പറഞ്ഞു. അതിന് മുൻപ് തന്നെ പറഞ്ഞു. അതെ. അല്ലെങ്കിൽ പറയാമായിരുന്നു NSS ഡയറക്ടർ ബോർഡിലെ ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിച്ചതനുസരിച്ച്. പ്രമേയം NSS ഡയറക്ടർ ബോർഡിൽ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു നീക്കമുണ്ടായി, ആ നീക്കം ഇന്ന അപകടങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ NSS ജനറൽ സെക്രട്ടറി എടുത്ത നിലപാടിനെ NSSന്റെ ഡയറക്ടർ ബോർഡ് ഐക്യകണ്ഠേന അതിൽ ആകെ പങ്കെടുക്കാതിരുന്നത്. ഓൺലൈനായിട്ടാണ് പലരും പങ്കെടുത്തത്. പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനമാണ്. സാധാരണ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതിന് ശേഷമൊക്കെയാണ്. ഇതങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് രാജ്യ രാമാനം വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൽ പ്രത്യേക ചില കാരണങ്ങളാൽ ഗണേശൻ മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി പിന്നെ ഗണേഷ് കുമാർ പങ്കെടുത്തില്ല. മറ്റെല്ലാവരും അതിൽ ഓൺലൈനായിട്ടും നേരിട്ട് ശരീരം കൊണ്ടും പങ്കെടുത്തു. അവിടെ ഉണ്ടായ കൺസെൻസസ് ആണ്, ഭൂരിപക്ഷ വോട്ടൊന്നുമല്ല, അവിടെ കൺസെൻസസ് ആണ്. ഇത് നടക്കില്ല, ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയമാണ്, ഇടതുപക്ഷത്തിന് മാത്രമല്ല BJPയുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ അവിടെയാണ് ഇതിന് പിന്നിൽ ആരായിരിക്കാം ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതിൽ ആ ഒരു സാധ്യതാ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ശ്രീധരൻ പിള്ളയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ സാധ്യതാ പട്ടിക എന്ന് മാത്രമേ പറയുന്നുള്ളൂ? കാരണം ഇത് സ്വീകാര്യത വളരെ വലിയ, അദ്ദേഹത്തിന് BJPയുടെ ഒരുപാട് നേതാക്കൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ഈ സ്വന്തം സമുദായത്തിന് പുറത്തെ സ്വീകാര്യതയുണ്ട്. NSSലേക്ക് ഇതുവരെ BJPക്ക് പൂർണ്ണമായ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ഇൻറോഡ്സ് SNDPയിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതെ. ആ NSSലേക്ക് ഒരു ഇൻറോഡ്സ് BJPക്ക് ഉണ്ടായാൽ ഇടവ സമുദായത്തിലേക്കും നായർ സമുദായത്തിലേക്കും ഒരുപോലെ ഇൻറോഡ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭൂരിപക്ഷ നായർ വോട്ടുകളെന്നോ ഭൂരിപക്ഷ ഇഴ വോട്ടുകളെന്നോ അർത്ഥമാക്കേണ്ട. ഇൻറോഡ്സ് മാത്രമാണ്. ഒരു കിളിവാതിൽ തുറന്നു കിട്ടിയാൽ, ഇപ്പോൾ ആ കിളിവാതിൽ തുറന്നിട്ടില്ല. അതെ. NSS ഔപചാരികമായി ആ കിളിവാതിൽ തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് നിരന്തരം BJP നേതാക്കൾ സന്ദർശന അനുമതി ചോദിക്കുമ്പോൾ ഒരു മെല്ലപ്പോക്കാണ് NSSന്. ആർക്കും വല്ലതും വന്ന് കാണാം, പക്ഷേ സൗഹൃദം വെറും ഹാൻഡ് ഷേക്കിൽ ഒതുങ്ങുന്നു, അതിൽ കൂടുതലില്ല. ചിലർ വരുമ്പോൾ തന്നെ വേണ്ട എന്ന് പറയുകയാണ്. അതെന്താണ്? അപ്പോൾ അവിടെ ഈ BJP അത് നാമജപ ഘോഷയാത്രയിലൊക്കെ സംഭവിച്ചത് NSS മറക്കില്ല. NSS ആണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. പിന്നീടാണ് BJP അതിലേക്ക് കടന്നു കയറി വൻ നേട്ടം സ്വീകരിച്ചു. പക്ഷേ NSSൻ്റെ നിലപാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആചാര സംരക്ഷണം അവിടെ സംഭവിച്ചത്. സുപ്രീം കോടതിയിലെ കേസിൽ NSS ശരിക്കും വരട്ടി, സംസ്ഥാന സർക്കാരിനെ ശരിക്കും മുൾമുനയിൽ നിർത്തി. ഞങ്ങൾ പറയുന്നതനുസരിച്ച് കോടതിയിൽ പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വളരെ പ്രധാനമാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്ത് പറയുന്നു, കൗൺസിലിലൂടെ എന്ത് പറയുന്നു, വളരെ നിർണായകമാണ്. അതിൽ ഇടതുപക്ഷം നിന്നതുകൊണ്ടാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഇപ്പോൾ അവർ തിരുത്താൻ തയ്യാറായി. അതുകൊണ്ട് ആചാര സംരക്ഷണ വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്ത ഇടതുപക്ഷത്തിനെതിരായി ഇപ്പോൾ അവർ തിരുത്താൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ വിളിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും എല്ലാം തന്നെ ഈ ശബരിമല ആഗോള സംഗമത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത്. ആ ഒരു സ്പിരിറ്റ് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു. നായരീഴ ഐക്യം വരുന്നു എന്ന ഇതായി, അത് LDFന് അനുകൂലമാകുന്നതായി. അത് NSS ആഗ്രഹിച്ചില്ല. ഒരു പാർട്ടി, അത് സമദൂരത്തിൻ്റെ പിന്നിലെ ഒരു ശരിദൂരമുണ്ട്. ആ ശരിദൂരം സംസ്ഥാന വ്യാപകമായിട്ടുള്ള ശരിദൂരമല്ല. അത് കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചുകൊണ്ടുള്ള, മേഖല തിരിച്ചുകൊണ്ട്, ഏരിയ തിരിച്ചുകൊണ്ട്, വ്യക്തിയെ കണ്ടുകൊണ്ടൊക്കെയാണ് ശരിദൂരം. UDFിൽ എല്ലാവരും എങ്ങനെ ശരിയാവുക? LDFിൽ എല്ലാവരും എങ്ങനെ ശരിയാവുക? BJPയിൽ സ്വീകാര്യന്മാരുണ്ട്, സ്വീകാര്യന്മാർക്ക് സ്വീകാര്യതയുണ്ട്. അതല്ലേ ശരിദൂരം. അങ്ങനെയൊക്കെ ശരിദൂരം കണ്ടെത്താൻ കഴിയുന്ന സംഘടനകളാണ് NSS SNDP ഒക്കെ. അതിൻ്റെ പേരാണ് സാമുദായിക സംഘടനകൾ. അവർ ബാർഗെയിനിങ് ആണ്, കടുത്ത ബാർഗെയിനിങ് ആണ്, വിലപേശലാണ്, അസ്തിത്വത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഐശ്വര്യം എന്നത് പറയാനല്ലേ പറ്റുമോ? പക്ഷേ കൃത്യമായ രാഷ്ട്രീയമുണ്ട് സംഘടനകൾ നീക്കുന്നതിന് പിന്നിൽ. ആ രാഷ്ട്രീയം എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ നഷ്ടം NSSനായിരിക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരിധിവരെ വേണ്ട, വളരെ മുമ്പ് തന്നെ, അതായത് 3ാം പ്രാവശ്യമാണ്, 2012 ആദ്യ ഒരു നീക്കം വന്നത്, പിരിഞ്ഞു. അതിനുശേഷം വന്ന നീക്കം വളരെ അഗ്ലി സീൻസ് ഉണ്ടായി. പരസ്പരം രണ്ടുപേരും വാരി എറിഞ്ഞ വയോവൃദ്ധന്മാരായ ആളുകളാണ്, 80 കഴിഞ്ഞ ആളുകളല്ലേ. അവർ പരസ്പരം സംസാരിച്ച വാക്കുകൾ പുറത്ത് പറയാൻ പോലും പറ്റില്ല, അങ്ങനെയുള്ള വാക്കുകളല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത് ഇനി എന്താണ് ശ്രീ വെള്ളാപ്പള്ളി, ഒരുപക്ഷെ നമ്മൾ ഈ കാര്യം നമ്മുടെ ഈ സംസാരം ഇതിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരുപക്ഷെ ചില പ്രസ്താവന നടത്തിയിട്ടുണ്ടാവാം.
അതുകൂടെ ചേർത്ത് ഇതിനെ വായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് SNDPയുടെ പ്രതികരണം അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം എന്നുകൂടി ചേർത്ത് വായിച്ചെങ്കിലേ ചിത്രം പൂർണ്ണമാകുന്നുള്ളൂ. മേ ബി ശ്രീ വെള്ളാപ്പള്ളി മേ ബി ഹാവിങ് അനദർ സ്റ്റോറി ടു ടെൽ. ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞ കഥയിൽ മറുപുറം ഉണ്ടാവാം. ഓക്കെ, അതിനുകൂടി പ്രേക്ഷകർ കാത്തിരിക്കേണ്ടതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് വ്യക്തം, ഇത് UDFൻ്റെ അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെയൊക്കെ തന്നെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ ഒരു ഐക്യം നടന്നില്ല. ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ചക്ക വീണ മുയൽ ചത്തു എന്നേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അവർ കിട്ടിയ ലോട്ടറിയാണ്. അവർ ഇതിന്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചു എന്നാണല്ലോ ആദ്യം തോന്നുന്നത്. NSS തീരുമാനത്തിന്റെ പിന്നിൽ UDF കാര്യമായി ഇറങ്ങി കളിച്ചു. VD സതീശനൊക്കെ സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചു. ഒന്നും ആയിരിക്കില്ല സംഭവിച്ചത്. അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല. നാളുകളിൽ ഒരുപക്ഷെ വന്നേക്കാം, എന്തെങ്കിലും നീക്കങ്ങളുണ്ടായി. പിന്നെ MP കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാറ് പെരുന്നായിലേക്ക് കയറ്റം കയറി ജസ്റ്റ് പോവുകയും റിവേഴ്സ് ഗിയറിൽ വരികയും ചെയ്യുന്ന ഒപ്റ്റിക്സ് നമ്മുടെ മനസ്സിൽ കണ്ണിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും UDF നേതാക്കൾ NSS നേതൃത്വത്തെ പിന്നെ അടുത്ത് പോയി കാണില്ല. പക്ഷേ ചില അന്തർധാരകളുണ്ട്. BJP നേതാക്കളും NSS നേതാക്കളും തമ്മിലും BJP നേതാക്കളും SNDP നേതാക്കളും തമ്മിലും ചില അന്തർധാരകളുണ്ട്. ആ അന്തർധാരകൾ കുറച്ചുകൂടി ഓപ്പണായി വന്നുപോയി എന്നതാണ് NSSനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ഓക്കെ, അല്ലാതെ മറ്റ് ഇതിന് പിന്നിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ വളരെ തന്ത്രപരമായ ഈ പൊളിറ്റിക്കൽ റീസൺസ് കാണിച്ചുകൊണ്ട് ആരോ സുകുമാരൻ നായരെ ഇതിൽ നിന്നും പിന്തിരിയുവാൻ പ്രേരിപ്പിച്ചു. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് ചിലപ്പോൾ മുൻ ഗോവ ഗവർണറായിരിക്കാം. പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയുടെ ലാഭം അദ്ദേഹം തട്ടിയകറ്റിയത് എന്തിനായിരിക്കാം എന്ന ചോദ്യം വരുന്നുണ്ട്. ലാഭമൊന്നല്ല, ആത്യന്തികമായത് ലാഭമല്ല. അത് ഒരു അതുക്കും മേലെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തുവെങ്കിൽ സ്വന്തം പാർട്ടിയുടെ ഇമ്മീഡിയറ്റ് ലാഭമെന്നല്ല, ആത്യന്തികമായ ഒരു ഗുഡ് വിൽ ജനറേഷൻ തന്നെയാണ്. ഒരു സമുദായത്തെ അബദ്ധത്തിലാക്കുന്നു. അവരറിയാതെ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അറിയണം എന്താണ് തങ്ങളുടെ സമുദായം ചെയ്യുന്നത് എന്ന് അറിയണം സമുദായ ആചാര്യൻ. അല്ല എങ്കിൽ അറിയാതെ സംഭവിക്കുന്നത് അറിയണം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നാണല്ലോ. അപ്പോൾ അത് അറിയണം. അറിയത്തക്ക രീതിയിൽ ഒരു സുതാര്യത അവർ മുൻകൂട്ടി ചില സൂചനകൾ കൊടുക്കുകയാണ്. തൽക്കാലത്തേക്ക് ചിലപ്പം ദോഷമായിരിക്കാം. പക്ഷെ ആത്യന്തികമായി BJP വാണ്ട്സ് ഡെസ്പറേറ്റ്ലി ദ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അനുഗ്രഹവും ആവശ്യമുണ്ട്. അവർക്കാണ് നായർ കമ്മ്യൂണിറ്റിയുടെയും ഈഴവ കമ്മ്യൂണിറ്റി. അല്ലാതെ എങ്ങനെ വളരാൻ സാധിക്കും? നസ്രാണിയുടെയും. കാരണം അതുകൊണ്ടാണ് BJPയുടെ സ്കീം നായാടി മുതൽ നസ്രാണി വരെ. അപ്പോൾ ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി വായിച്ചു വരുമ്പോൾ ഇത് BJPയുടെ സ്കീം ഓഫ് തിങ്സ് തന്നെ അല്ലേ എന്നുകൂടി ആളുകൾക്ക് പ്രഥമ ദൃഷ്ടിയ തോന്നില്ലേ? അത് തൽക്കാലത്തേക്ക് ക്രെഡിബിലിറ്റി ക്രൈസിസാണ് BJPക്കും തീർച്ചയായും NSSനും. SNDP സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത നിലപാടാണ്. അത് സാരമില്ല. അവിടെയാണ് ആ ഒരു ഇത് ദുരൂഹത. ഇതൊരു ഒരു കുഴഞ്ഞു പറഞ്ഞ വിഷയം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും NSS SNDP ഐക്യം ഇപ്പോൾ സാധ്യമായിട്ടില്ല. ഒരിക്കൽ കൂടി അത് അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമുക്ക് കുറേ കൂടി പിന്നിലേക്ക് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മന്നത്താചാര്യനും അതുപോലെ തന്നെ R ശങ്കറും പണ്ടൊരു ഐക്യം തുടങ്ങി വെച്ചിരുന്നു. അതിന് വളരെ ശക്തമായ ആക്രമണം നേരിടേണ്ടി വന്നു അന്ന്. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും ഈ ഐക്യ ശ്രമങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നടത്തുകയും അതൊക്കെ പരാജയപ്പെട്ട് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ റീസൺസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ ഒരു ജൂനിയർ പാർട്ണർ ആവുവാൻ NSSന് താല്പര്യമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറകൾ നീക്കി പിന്തുണയ്ക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് ലോകം അറിയുവാൻ അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ഈ ഒരു വിഷയത്തിൽ ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലെ രഹസ്യമായി നിൽക്കുന്നു. നാളെ അത് പരസ്യമായി മാറുവാനുള്ള സാധ്യത, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത്ര മാത്രമേ പറയാനുള്ളൂ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.